ഇസ്ലാം മതത്തെ അതിന്റെ പേരിൽ കരുവാക്കുകയോ? എത്രത്തോളം ഒരു പെണ്ണിനോട് പുറത്തിറങ്ങുമ്പോ ഇസ്ലാം പറഞ്ഞില്ലേ, നീ വേഷം ശ്രദ്ധിക്കണം പെണ്ണേ. ആ പരലോകത്തിന്റെ സ്വർഗീയ സുഗന്ധം നിനക്ക് അനുഭവിക്കാനാകണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത വേഷവും ധരിച്ചുകൊണ്ട് പുരുഷന്മാരുടെ കാമാർത്ഥമായ കണ്ണുകൾക്ക് ദാഹം തീർക്കാൻ ഉതകുന്ന നിലക്കുള്ള വേഷവുമായി ഇറങ്ങല്ല പെണ്ണേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. അജ്ഞാത ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ മാറും കഴുത്തുമൊന്നും മറക്കാതെ പുറത്തിറങ്ങി വലസി നടക്കും പോലെ പെണ്ണേ നീ പുറത്തിറങ്ങി നടക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റീഹഹാ. ആ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നത് പോകട്ടെ, സ്വർഗത്തിന്റെ പരിമളം എത്രയോ കാതങ്ങൾക്കകലെ അടിച്ചു വീശുന്ന പരിമളമാണ്. അതുപോലും അനുഭവിക്കാൻ ഈ പെണ്ണിന് ഭാഗ്യമുണ്ടാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താ കാരണം? എന്താണ് ആ പെണ്ണുങ്ങളുടെ പ്രത്യേകത? ആ പെണ്ണുങ്ങൾ കാസിയാത്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതേ അവസരത്തിൽ ആരിയാത്ത് എന്നാലോ ധരിച്ചിട്ടുമില്ല, നഗ്നകളാണ്. ധരിച്ചിട്ടുണ്ട്? ഇല്ലേ, ഇല്ല. എല്ലാം പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന കാഴ്ച വസ്തുക്കൾ. ആ രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവളെ കണ്ടാൽ ഫൽഅനൂഹുന, നിങ്ങൾ അവളെ ശപിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. നോക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേഷത്തിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, നോട്ടം നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, സംസാരം നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ഒറ്റക്കൊരിടത്ത് തനിച്ചാവുന്നത് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ആ നിലക്കൊരാണിന്റെ കൂടെ യാത്ര പോകരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാം. തീർന്നോ? ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് അവൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ ലക്ഷ്യം ആണുങ്ങളൊന്ന് തന്റെ സുഗന്ധം അനുഭവിക്കട്ടെ എന്ന നിലക്ക് ആണുങ്ങളെ വശീകരിക്കുക എന്ന നിയത്തോടെയാണ് ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അയ്യുമംറഅത്തിൻ ഇസ്തഅ്തറത് ഫമറത് ബിഖൗമിൻ ലിയജിദൂ റിഹഹാ ഫഹിയ സാനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം പൂശുന്നു, അവൾ അത്തർ ഉപയോഗിക്കുന്നു, അവൾ പെർഫ്യൂം അടിക്കുന്നു, എന്നിട്ട് ഫമറത് ബിഖൗമിൻ, ഒരു ജനതയുടെ സമീപത്തുകൂടെ അവൾ നടക്കുകയാണ്. എന്തിന്? ലിയജിദൂ റിഹഹാ, തന്റെ ഈ വാസനയിലൂടെ തന്നിലേക്കൊന്ന് ആകർഷിക്കപ്പെടാൻ വേണ്ടി ആ ഉദ്ദേശവുമായി കൊണ്ട് പെർഫ്യൂം അടിച്ച് പുറത്തു പോകുന്ന പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തിന്റെ പ്രവാചകൻ, ആരെയും നോവിക്കാത്ത പ്രവാചകൻ, കാരുണ്യത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകൻ പറഞ്ഞ പേര് കേൾക്കണോ? ഫഹിയ സാനിയ, അവൾ വേശ്യയാണ്. ആർക്കെങ്കിലും സഹിക്കൂ ആ പേര്? ആർക്കെങ്കിലും അത് സഹിക്കൂ? വേശ്യയാണ് അവൾ എന്നാ പറഞ്ഞത്. എന്തേ ചെയ്തുള്ളൂ? മറ്റൊരുത്തനെ വശീകരിക്കാൻ വേണ്ടി പെർഫ്യൂം അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പിന്നെന്താ? ബാക്കി കാര്യങ്ങളുടെ ഗുരുതരം എത്രയാണ്, ഗൗരവം എത്രയാണ്? ഇങ്ങനെ ഈ നിലക്ക് വളരെ കൃത്യമായി ഓരോ പഴുതുകളും അടച്ചു വെച്ച ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കാൻ രാജ്യത്ത് പലരും ശ്രമിക്കുമ്പോ, ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ സമുദായത്തിൽ പലരും പലരുടെയും പിന്നിൽ ചാടിപ്പോകുന്നുണ്ടെങ്കിൽ, പലരിൽ നിന്നും ഇങ്ങോട്ടും ചാടിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതൊന്നും ഇസ്ലാമിനോടുള്ള വരവ് വെക്കേണ്ടതില്ല, ഇസ്ലാമിനോടുള്ള കൂറുമല്ല. പ്രണയത്തിന് കണ്ണും കാതുമില്ലാതാകുമ്പോ ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്നതല്ലാതെ അതൊന്നും ഇസ്ലാമിന്റെ നിർദ്ദേശമല്ല. ഇസ്ലാമിനതിൽ ഉത്തരവാദിത്വവുമില്ല. ഇസ്ലാമിന് അങ്ങനെ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇസ്ലാം വാള് കാണിച്ചിട്ട് ആരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇസ്ലാം സൗന്ദര്യം കാണിച്ചാരെയും വലവീശി പിടിച്ചിട്ടില്ല. ഒന്നിന്റെ പേരിലും നിർബന്ധിച്ച് ഇങ്ങോട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. ഇസ്ലാം എന്തു ചെയ്യും? ഇസ്ലാം ചെയ്യുന്നത് എത്തിച്ചു കൊടുക്കലാണ്, തബ്ലീഗ് നടത്തും, ഇസ്ലാമിക ദഅവത്ത് നടത്തും. അത് രാജ്യത്ത് സുരക്ഷിതമായി നടക്കാനുള്ള അവസരം വേണം മുസ്ലിമീങ്ങൾക്ക്. അതേ ഇസ്ലാം പറയുന്നുള്ളൂ.
കേൾക്കേണ്ടവർക്ക് കേൾക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ നിഷേധിച്ചു കൊള്ളട്ടെ. സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ആരെയും അങ്ങനെ നിർബന്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യം ഇസ്ലാമിനില്ല. ഒരു പ്രബോധകനോടും ഒരു വ്യക്തിയോടും നാളെ പരലോകത്ത് വെച്ച് എടോ നിനക്ക് എത്രയാളെ ഇസ്ലാമാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കൂല. ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാര് നാളെ മഹ്ശറിൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില പ്രവാചകന്മാര് വരുമ്പോ അവരുടെ കൂടെ ആരുമില്ല. ചില നബിമാര് വരുന്നു, അവരുടെ കൂടെ 2 ആളുണ്ട്. ചില നബിമാര് വരുമ്പോ കൂടെ 4 ആളുണ്ട്. ചിലരുടെ കൂടെ 8 ആളുണ്ട്. അതേ അവസരത്തിലതാ ഞാൻ മഹ്ശറിലേക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ സമുദായത്തിന്റെ മെമ്പർമാരുള്ള ആള് ഞാനായിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് പ്രേമിച്ചിട്ടല്ല, അത് പ്രണയം നടിച്ചിട്ടല്ല, പ്രമാണങ്ങളിലൂടെ കൊണ്ടുവന്നതാ ഇസ്ലാമിലേക്ക്. പ്രേമത്തിലൂടെയും പ്രണയത്തിലൂടെയുമല്ല മതപരിവർത്തനം. മതപരിവർത്തനം പ്രമാണങ്ങളിലൂടെയാണ്. മുസ്ലിമീങ്ങൾക്ക് അതേ പരിചയമുള്ളൂ, മുസ്ലിമിനോട് അതേ കൽപ്പനയുള്ളൂ. ജിഹാദ് എന്ന പദം വെട്ടിക്കൊല്ലാൻ വേണ്ടിയല്ല, കാഫറിനെ കഴുത്തറുക്കാനല്ല, കണ്ടയിടത്ത് വെച്ച് അരിഞ്ഞു വീഴ്ത്താനല്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തൂ. ഖുർആൻ പറയുന്നു. എന്തേ? ഖുർആൻ ഒരു പൈങ്കിളി നോവലാണോ? അത് വായിക്കാൻ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ? ഖുർആൻ അങ്ങനെയാണോ? ഖുർആനിന്റെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് ഖുർആനികമായ സുന്ദരമായ ആശയങ്ങളിലേക്ക് ആരാണ് പരമകാരുണികനായ റബ്ബ്, ആ റബ്ബിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ആ റബ്ബിന്റെ നാമങ്ങൾ എന്തൊക്കെയാണ്, ആ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം, പ്രത്യേകത, അതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യ നിന്റെ ജീവിതം പരലോകത്ത് എത്തിപ്പെടേണ്ടവനാണ്. ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുകയല്ല, നിന്റെ ജീവിതം അതാ തുടങ്ങുകയാണ്. ഖബറിൽ നിനക്ക് ചോദ്യമുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് ശാശ്വതമായ ജീവിതമുണ്ട്. അവിടെ നിനക്ക് രക്ഷയാണെങ്കിൽ, നിനക്ക് ശിക്ഷയാണെങ്കിൽ, എന്ത് കിട്ടണമെങ്കിലും നീ അത് ഇവിടെ രക്ഷയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് ചെയ്തോളണം, അല്ലെങ്കിൽ അവിടെ ശിക്ഷയാണ്. ഇങ്ങനെ മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായിട്ട്, ബഷീറുകളും നദീറുകളുമായിക്കൊണ്ട്, സുവിശേഷകന്മാരും താക്കീതുകാരുമായിക്കൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ലോകത്ത് വന്നിട്ട് ഏതെങ്കിലും സമ്പത്ത് കാണിച്ചിട്ടോ, സൗന്ദര്യം കാണിച്ചിട്ടോ, ഏതെങ്കിലും വളഞ്ഞ വഴികൾ സ്വീകരിച്ചിട്ടോ, വാള് കാണിച്ചിട്ടോ, ആയുധം കാണിച്ചിട്ടോ, സ്വാധീനം കാണിച്ചിട്ടോ, ആൾബലം കാണിച്ചിട്ടോ ഒന്നും ഇസ്ലാമിലേക്ക് നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്ന സമ്പ്രദായം ഇസ്ലാമിക ചരിത്രത്തിന് പരിചയമേ ഇല്ല. എന്നിട്ട് അതെന്തിനാ പിന്നെ ഈ കാലത്ത് മുസ്ലിമീങ്ങളുടെ പെരടിയിൽ വെച്ച് കെട്ടുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം അതൊന്നുമല്ല. എല്ലാവർക്കും അറിയാം ഇസ്ലാം അങ്ങനെ വളർന്നതൊന്നുമല്ല, ചരിത്രമൊക്കെ അവർക്കും അറിയാം. പക്ഷേ ഈ സമുദായത്തിനൊരു ശാപമുണ്ടല്ലോ. അതെന്താ? ഈ സമുദായത്തിന് ഇസ്ലാം അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സമുദായത്തിലെ ചിലരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്നതാണ് ശത്രുവിന്റെ കണക്ക് കൂട്ടൽ. അതാണ് പലപ്പോഴും വിജയത്തിലെത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോ ഉമ്മത്തെ വിശന്ന് വലയുന്ന, ഏറ്റവും വലിയ വിശപ്പനുഭവിക്കുന്ന മനുഷ്യന്മാര് തളികയിലേക്ക്, ഭക്ഷണ തളികയിലേക്ക് കൈ നീട്ടിയിട്ട് അതിൽ കൊത്തിവലിക്കും പോലെ മുസ്ലിം ഉമ്മത്തെ നിങ്ങളെ അതാ മറ്റുള്ളവർ കൊത്തിവലിക്കാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹാബത്ത് ചോദിച്ചു, അന്ന് ഞങ്ങളുടെ എണ്ണക്കുറവായിരിക്കുമോ നബിയെ? അതിന് കാരണം അന്ന് മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ ന്യൂനപക്ഷമായതുകൊണ്ടാണോ അങ്ങനെ ശത്രുക്കൾക്ക് അതിന് സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ബൽ അൻതും കസീർ. അല്ല, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും. മുസ്ലിമീങ്ങളുടെ എണ്ണത്തിനൊന്നൊരു കുറവുണ്ടാവില്ല. പക്ഷേ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടി ചവറുകളെ പോലെയുള്ള മുസ്ലിമീങ്ങളായിരിക്കും. അവരിൽ വീര്യമുണ്ടാവില്ല, ഇസ്സത്തുണ്ടാവില്ല,
പേരിൽ മാത്രം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം എന്തെന്നവൻ പഠിച്ചിട്ടില്ല. അവൻ ഇസ്ലാം പേര് മാത്രമേയുള്ളൂ. ഇസ്ലാം അവന്റെ പേരിലേയുള്ളൂ. ഖുർആൻ അതിന്റെ ലിപിയിൽ മാത്രം അവശേഷിക്കുന്നു. ഖുർആനും ഇസ്ലാമും ഒന്നും ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കനേഷുമാരി കണക്കിലെ കേവലം മാപ്പിള മുസ്ലിം.